ഹലോ ഫ്രണ്ട്സ്, നല്ലൊരു വെണ്ടയ്ക്ക മപ്പാസിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തേത്. ചോറിൻ്റെ കൂടെ മാത്രമല്ല, അപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയും കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഒഴിച്ചുകറിയാണിത്. ഞാൻ ലിഷ, വെൽക്കം ടു മൈ ചാനൽ ദ കോഫി മഗ്. വെണ്ടയ്ക്ക മപ്പാസ് ഉണ്ടാക്കുന്നതിനായി ആദ്യം നമുക്ക് വെണ്ടയ്ക്ക എണ്ണയിലൊന്ന് വാട്ടിയെടുക്കണം. അതിനായി ഒരു വലിയ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടാക്കിയെടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. ഞാനിവിടെ വെണ്ടയ്ക്ക ഈ ഒരു സൈസിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്, ഏകദേശം 1 ഇഞ്ച് നീളത്തിൽ. ഇത് കട്ട് ചെയ്തെടുക്കുന്നതിന് മുൻപ് തൂക്കം നോക്കിയപ്പോൾ 300 ഗ്രാം ഉണ്ടായിരുന്നു, അതായത് മീഡിയം സൈസിലുള്ള 15 എണ്ണം. തീ മീഡിയത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഇളക്കി കൊടുത്തുകൊണ്ട് വാട്ടിയെടുക്കണം. ഇങ്ങനെ ചെയ്താൽ വെണ്ടയ്ക്കയുടെ വഴുവഴുക്കലൊക്കെ മാറിക്കിട്ടും. ഒരു 5 മിനിറ്റൊക്കെ കുക്ക് ചെയ്താൽ മതിയാകും, അപ്പോഴേക്ക് നല്ല സോഫ്റ്റായി വന്നോളൂ. ഇപ്പോൾ ഇത് വാടി സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അതുപോലെ ഇതിനായി വെണ്ടയ്ക്ക എടുക്കുമ്പോൾ അധികം മൂത്തു പോകാത്തത് തന്നെ നോക്കിയെടുക്കണേ, അല്ലെങ്കിൽ വേവാതെ കടിച്ചു കിടക്കും. ഇതിനി മാറ്റിവെക്കാം. അടുത്തത് അതേ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയെടുക്കാം. വെണ്ടയ്ക്ക വാട്ടിയതിൻ്റെ മിച്ചം എണ്ണയുണ്ടെങ്കിൽ അതാണേലും മതി കേട്ടോ. എണ്ണ ചൂടായി വരുമ്പോൾ തീ മീഡിയത്തിലേക്ക് മാറ്റിയിട്ട് 8 മീഡിയം സൈസ് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, 2 ടീസ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, 2 പച്ചമുളക് അരിഞ്ഞത്, ഇവ ഇനി ഇളക്കി കൊടുത്തുകൊണ്ടൊന്ന് വഴറ്റിയെടുക്കണം. കളറൊന്നും മാറേണ്ട, ജസ്റ്റ് ഒന്ന് വാടിക്കിട്ടിയാൽ മതി. പച്ചമുളക് ചേർക്കുമ്പോൾ എരിവ് നോക്കിയിട്ട് ആവശ്യത്തിന് ചേർക്കണേ. ഞാനിവിടെ എടുത്തേക്കുന്നത് അത്യാവശ്യം എരിവുള്ള മുളകാണ്. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവോള കനം കുറച്ചരിഞ്ഞത്, ഇത് അളവ് കപ്പിന് 3/4 കപ്പ് വരും കേട്ടോ, 2 തണ്ട് കറിവേപ്പില, 1 ടീസ്പൂൺ ഉപ്പ്. തീ മീഡിയത്തിൽ സെറ്റ് ചെയ്തിട്ട് ഇളക്കി കൊടുത്തുകൊണ്ട് ഇവ വഴറ്റിയെടുക്കാം. സവോള വെന്ത് നന്നായി വാടി കിട്ടണം, കളറൊന്നും മാറേണ്ട ആവശ്യമില്ല. ഇപ്പോൾ സവോള നന്നായി വെന്ത് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. തീ ലോയിലേക്ക് മാറ്റിയതിന് ശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ നാടൻ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല. ഈ പൊടികളൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ട് മൂപ്പിച്ചെടുക്കണം. ഒരു 30 സെക്കൻഡൊക്കെ മൂപ്പിച്ചാൽ മതിയാകും. ഇപ്പോൾ പൊടികളൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇതിനായിട്ട് ഞാനൊരു മീഡിയം സൈസിലുള്ള തക്കാളിയാണ് എടുത്തിരിക്കുന്നത്, നല്ലതുപോലെ പഴുത്തതാണ്. ഇനിവ ഇളക്കി കൊടുക്കാം. തക്കാളി വെന്ത് അത്യാവശ്യം സോഫ്റ്റായി കിട്ടണം. ഇതൊന്ന് തട്ടിപ്പൊത്തി വെച്ചിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കാം. വെള്ളം ചേർത്തിട്ടില്ലാത്തത് കൊണ്ട് ഇടയ്ക്കിളക്കി കൊടുക്കണേ, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. ഇപ്പോൾ തക്കാളി ആവശ്യത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്, ഉടയണ്ട. ഇനി നമുക്ക് നേരത്തെ വഴറ്റി വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1/2 കപ്പ് രണ്ടാം പാലും കൂടി ചേർക്കാം. തേങ്ങാപ്പാൽ ഉണ്ടാക്കുന്നതിനായി ഞാനിവിടെ 1/2 കപ്പ് ചിരുകിയ തേങ്ങയിലേക്ക്, അതായത് മീഡിയം സൈസുള്ള ഒരു തേങ്ങയുടെ അരമുറി, 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ അരച്ച് 1/4 പാല് പിഴിഞ്ഞെടുത്തു. 3/4 കപ്പ് 1/4 പാല് കിട്ടിയിട്ടുണ്ട്. വീണ്ടും അതേ തേങ്ങയിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചടിച്ചിട്ട് പിഴിഞ്ഞെടുത്തു. 1/2 കപ്പ് രണ്ടാം പാലും കിട്ടി. ഇപ്പോൾ തീ മീഡിയത്തിലാണ് വെച്ചിരിക്കുന്നത്. ഇതൊരു 3 മിനിറ്റോളം തിളപ്പിച്ച് കുറുക്കിയെടുക്കണം. ഇപ്പോൾ ആവശ്യത്തിന് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് എരിവും ഉപ്പും നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കുകയാണ്. കൂടെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും. ഇവ ഇളക്കി ചേർക്കാം. ഇനി തീ ലോയിലേക്ക് മാറ്റിയിട്ട് 1/4 പാല് ചേർത്ത് കൊടുക്കാം. 3/4 കപ്പ് 1/4 പാലാണ് ഞാൻ ചേർക്കുന്നത്. 1/4 പാല് ചേർത്ത് കഴിഞ്ഞ് കറി തിളയ്ക്കാൻ അനുവദിക്കരുത്, പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഒന്ന് ചൂടായി ആവി വരുന്ന പരുവത്തിലെത്തുമ്പോൾ തീ ഓഫ് ചെയ്യാം. നിങ്ങൾ കറിക്ക് ആവശ്യത്തിനുള്ള കുറുകൽ വന്നതിന് ശേഷമേ 1/4 പാല് ചേർക്കാവൂ. ഇനി കറിയിലേക്ക് കടുക് വറുത്തിടണം. ഫ്രൈയിങ് പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയെടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്ത് പൊട്ടിച്ചെടുക്കണം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ തീ മീഡിയത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഇതിലേക്ക് 5 ചുവന്നുള്ളി സ്ലൈസ് ചെയ്തത്,
ഒരു തണ്ട് കറിവേപ്പില ഇവയും കൂടി വഴറ്റിയെടുക്കാം. ഉള്ളി മൂത്ത് ഗോൾഡൻ കളറിലേക്ക് വരണം. ഇനി ഇത് തീയിൽ നിന്ന് മാറ്റി കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു 10 മിനിറ്റ് കറിയൊന്ന് മൂടി വയ്ക്കണം. ഇവയുടെ ഫ്ലേവറൊക്കെ ഒന്ന് ഇറങ്ങട്ടെ. ഇപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക മപ്പാസ് റെഡി ആയിട്ടുണ്ട്. നല്ലതുപോലെ കുറുകി കിട്ടിയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണിത്. നിങ്ങളെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്